ഹലോ, വയനാട് നിർമ്മലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതുണ്ടാക്കാം. ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും പോലെ മുളക് കൊണ്ടൊരു പുളി, മുളക് പുളി എന്നൊക്കെ പറയാമല്ലേ. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് കുറച്ച് മുളക്, പിന്നെ മൂക്കാത്ത മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിലയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി വേണം. ഇത് പച്ചമുളക് ഉണ്ടോ, ഇത് എരിവുള്ളതാണെങ്കിൽ മുളകിൻ്റെ അരി കളയണം കേട്ടോ, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. ഇത് പാകത്തിന് മുക്ത മുളക്, കുറച്ച് മൂപ്പേ ഉള്ളൂ. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പുളിവെള്ളം, പിന്നെ ഒരു കഷ്ണം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കായപ്പൊടി, പിന്നെ ഒരു വലിയ സ്പൂൺ മുളക് പൊടി, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി. മുളക് ഒരു 150 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ആദ്യം ഇട്ട ശേഷം വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോൾ പച്ചമുളകും വെളുത്തുള്ളി ഇട്ടൊന്ന് പയ്യെ ചുമന്ന് കഴിയുമ്പോൾ പച്ചമുളകും കൂടി ഇടാം കേട്ടോ. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി പച്ചമുളകും കൂടെ ഇഞ്ചിയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ മൂത്ത് കിട്ടണം. ഒരു ദിവസം ഇരുന്ന് തണുത്താൽ അതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇച്ചിരി എരിവും മധുരവും പുളിയൊക്കെയും കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ കൂടി ഒന്നിച്ചിടാം. പയ്യെ ചൂടാക്കാം, ചെറുതീയിൽ കരിഞ്ഞു പോകാതെ ചൂടാക്കാം. നമുക്ക് ഒരു കറിയൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു അച്ചാർ പോലെ ഉപയോഗിക്കാം. ചോറിനും കൂടെയും കൂട്ടാൻ. അധികം എരിവൊന്നുമില്ല. ഇങ്ങനെയുള്ള അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കണം. എന്നിട്ട് നല്ലോണം തിളച്ച് കുറുകി വറ്റണം. ഇത് കൂടെ തന്നെ വേണം ശർക്കരയും കൂടി ഇടാം. ശർക്കര ഇടും ഇതിൽ. ഞങ്ങൾ ഓരോരുത്തരുടെ മധുരവും എരിവും ഒക്കെ അനുസരിച്ച് എരിവും മധുരമൊക്കെ ചേർത്തോണം. ശർക്കര ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം മധുരമുള്ളത്. ഇതേപോലെ നല്ലോണം കുറുകി ഇതായിട്ട് തണുക്കുമ്പോൾ ഇച്ചിരോടെ കുറുകും. ഇങ്ങനെ ഇഞ്ചിയൊക്കെ കറി വെക്കും പോലെ തന്നെ ഇങ്ങനെ കുറുകി നല്ല നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് പിന്നെ ഉണ്ടാക്കി നോക്കണം. ഇതുണ്ടോ, ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം കേട്ടോ, മറക്കരുത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്